നല്ല മഞ്ഞുവീഴ്ചയും കാറ്റും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നേ. സമയം രാവിലെ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഏവക്കുട്ടനും ഡേ കെയറിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. 8:50 ആകുമ്പോൾ നമുക്ക് അവിടെ എത്തണം. ഏവക്കുട്ടൻ ഇത്രയും വലുതായില്ലേ, ഇനി എന്തിനാണ് ഈ സ്ട്രോളറിൽ കൊണ്ടുപോകുന്നതെന്ന് എന്നോട് ആരോ ചോദിച്ചിരുന്നു. ഇവിടുന്ന് ഡേ കെയർ വരെ നമുക്ക് 45 മിനിറ്റോളം നടപ്പുണ്ട്. ഇതുപോലത്തെ കാലാവസ്ഥയിൽ രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് ഏവക്കുട്ടൻ അവിടെ വരെ നടക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ തിരികെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകുന്നത്ര തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ അവൾ പതിയെ നടന്നാണ് എന്നോടൊപ്പം വരുന്നത്. നല്ല പാടാണ് ഈ സ്നോ വീഴുമ്പോഴത്തേക്ക് സ്ട്രോളർ തള്ളിക്കൊണ്ട് പോകാനായിട്ട്. പക്ഷേ രാവിലെ വേഗം എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയേ പറ്റത്തുള്ളൂ. വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടും എന്താ നടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊഴികെ വേറൊരു വ്യായാമവും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെതാ നമ്മൾ ഡേ കെയറിൽ എത്തിയിട്ട് വൈകിട്ട് തിരികെ പോകുന്നത് ഏവക്കുട്ടൻ നടന്നു തന്നെയാണ്. അപ്പൊ പിന്നെ മഞ്ഞുണ്ടോ കാറ്റുണ്ടോ എന്നൊന്നും നോക്കണ്ട, പതിയെ അവളുടെ ഇഷ്ടത്തിന് നടന്നിങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചങ്ങ് പോകാം. ചില ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥ അനുസരിച്ച് ഞാൻ അവളെ സ്ലെഡ്ജറിലും ഇതുപോലെ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ വരാൻ നല്ല സുഖമുണ്ടോ? അതെ, ഒന്നേ നമ്മളിങ്ങനെയാണ് പോകുന്നത്. എൻ്റെ കയ്യിലൊരു ടോർച്ചുണ്ട്, നമുക്ക് വെട്ടം കാണാം അങ്ങ് ദൂരെ വരെ. പിന്നെ കണ്ടോ കണ്ടോ, കുഞ്ഞു പിടിക്കണ്ട, ആയത്തേക്ക് മുന്നേ നടക്കുമ്പോൾ വെട്ടം വേണ്ടേ. കുട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്താ അങ്ങോട്ട് പോകുമ്പോ ഏവക്കുട്ടൻ ഇരുന്നും ഇങ്ങോട്ട് വരുമ്പോൾ നടന്നുമാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് വീട്ടിലെത്തുമ്പോൾ നല്ലൊരു സമയം കഴിയും. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടാണ് അകത്തേക്ക് കയറിയത്.